ഹലോ ഫ്രണ്ട്സ്, സഹകാരി റേസ് പ്ലസിൻ്റെ മറ്റൊരു സോഷ്യോളജി ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത തിങ്കേഴ്സിൻ്റെ ക്ലാസ്സൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അതെല്ലാം റിവൈസ് ചെയ്യുക. റിവൈസ് ചെയ്തില്ലെങ്കിൽ കോൺസെപ്റ്റ്സ് മറന്നുപോകും. ക്വസ്റ്റ്യൻസും റിപ്പീറ്റ് ചെയ്ത് തന്നെ ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ ഫസ്റ്റ് മൊഡ്യൂളിലുള്ള എക്സ്പാൻഷൻ ഓഫ് സോഷ്യോളജി ഇൻ ദ 20th സെഞ്ച്വറി എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ കീഴിൽ വരുന്ന സബ് ടോപ്പിക്സിൻ്റെ ഡിസ്കഷനാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എക്സ്പാൻഷൻ ഓഫ് സോഷ്യോളജി ഇൻ ദ 20th സെഞ്ച്വറി എന്ന് പറയുമ്പോഴത്തേക്കും സോഷ്യോളജി എമേർജ് ചെയ്ത് വന്നിട്ട് പിന്നെ അതിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ പുതിയ പുതിയ ഡിസിപ്ലിൻസ് ആണ് അല്ലെങ്കിൽ ആസ്പെക്ട്സ് ആണ്, സ്കൂൾ ഓഫ് തോട്ട്സ് ഒക്കെയാണ് സോഷ്യോളജി എന്ന് പറയുന്ന യങ് ഡിസിപ്ലിനിൽ പിന്നീട് വന്നത് എന്നാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എമർജൻസ് ഓഫ് സോഷ്യോളജി അല്ല, എക്സ്പാൻഷൻ ഓഫ് സോഷ്യോളജി ആണ് നിങ്ങളുടെ സിലബസിൽ കൊടുത്തിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Sociology as a formal discipline emerged in the 19th century as a response to massive social changes. അപ്പോൾ നമുക്ക് എപ്പോഴും നമ്മുടെ ക്ലാസ്സിൽ പറയുന്നതാണ്, നമ്മുടെ സൊസൈറ്റിയിൽ എപ്പോഴും സാമൂഹികമായിട്ടുള്ള മാറ്റങ്ങൾ നമ്മുടെ സൊസൈറ്റിയിൽ എപ്പോഴും ഉണ്ടാവും. അത് നമ്മുടെ സൊസൈറ്റിയെ എടുക്കുന്ന ഏതൊരു പ്രോബ്ലംസ് ആയാലും അല്ലെങ്കിൽ സൊസൈറ്റി റിലേറ്റ് ചെയ്ത എന്ത് സംഭവമായാലും, കൾച്ചർ ആയാലും മാരേജ് ആയാലും അങ്ങനെ പല പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയാലും മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് നമ്മൾ പറഞ്ഞു. ആ മാറ്റങ്ങൾ കാരണമാണ് ഈ സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്റ്റിലും മാസീവ് ആയിട്ടുള്ള ഒരുപാട് വലുതായ ചേഞ്ചസ് വരുന്നത്. എന്ത് കാരണം? നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കുന്ന സോഷ്യൽ ചേഞ്ചസ് കാരണം. അപ്പോൾ എങ്ങനത്തെ സോഷ്യൽ ചേഞ്ചസ് കാരണമായിരിക്കും സോഷ്യോളജി എന്ന് പറയുന്ന ഡിസിപ്ലിനിൽ തന്നെ, അങ്ങനെ ഒരു സബ്ജക്റ്റിൽ തന്നെ വലിയ വേറിട്ട രീതിയിലുള്ള ചേഞ്ചസ് വരണമെങ്കിൽ എന്തെല്ലാമാണ് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്ത ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. ഇൻഡസ്ട്രിയൽ റെവല്യൂഷനൊക്കെ വേൾഡ് വൈഡ് നടക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ കാരണം ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വന്നു. നമ്മൾ മെഷീൻസ് യൂസ് ചെയ്യാൻ തുടങ്ങി. മെഷീൻസ്, അതുപോലെ തന്നെ വലിയ വലിയ ഇൻഡസ്ട്രീസ്, ഫാക്ടറീസ്, ഇതെല്ലാം ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയ കാലഘട്ടത്തിലാണ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഹാപ്പൻ ചെയ്തതെന്ന് നമ്മൾ പറയുന്നു. അപ്പോൾ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വന്നപ്പോൾ അവിടെ ഒരു സോഷ്യൽ ചേഞ്ച് ഡെഫിനറ്റ്ലി നടന്നിട്ടുണ്ട്. കാരണം ഹ്യൂമൻ ആസ്പെക്ട്സ്, ലേബർ കൂടി, അർബനൈസേഷൻ കൂടും. ഇൻഡസ്ട്രിയലൈസേഷൻ വരുമ്പോൾ ഫാക്ടറീൻ്റെ എണ്ണം കൂടും. അവിടെയുള്ള വർക്കേഴ്സിൻ്റെ ആസ്പെക്ട്സ്, ഫാക്ടറി വർക്കിംഗ് കൂടുമ്പോൾ ഡിവിഷൻ ഓഫ് ലേബർ ഒക്കെ കൂടും. ഡിവിഷൻ ഓഫ് ലേബർ നമ്മൾ പറഞ്ഞാണ് ഇമാൽ ഡർക്കെയിമിൻ്റെ കോൺസെപ്റ്റ് ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ ഡിവിഷൻ ഓഫ് ലേബർ എന്തെന്നൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞാണ്. അത് കഴിഞ്ഞ് ഫ്രഞ്ച് റെവല്യൂഷൻ. ഫ്രഞ്ച് റെവല്യൂഷൻ വരുമ്പോഴും അവിടെ ഒരു സോഷ്യൽ ചേഞ്ച് നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ പോസിറ്റിവിസം. പോസിറ്റിവിസം എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പോസിറ്റിവിസം? സയൻറ്റിഫിക് ആയിട്ട് തിങ്ക് ചെയ്യുക. നമ്മൾ പഠിക്കുന്ന സോഷ്യൽ സയൻസ് ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നു, ആ സോഷ്യൽ സയൻസ് എന്ന് പറയുന്ന ഡിസിപ്ലിനിൽ നമ്മൾ സയൻറ്റിഫിക് ആസ്പെക്ട്സ് അപ്ലൈ ചെയ്ത് പഠിക്കുന്നതിനാണ് നമ്മൾ പോസിറ്റിവിസം എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം എമർജൻസ് ഓഫ് സോഷ്യോളജിയിൽ വരുന്ന ആസ്പെക്ട്സ് ആണ്. പക്ഷേ നിങ്ങളുടെ സിലബസിൽ എമർജൻസ് ഓഫ് സോഷ്യോളജി പറഞ്ഞിട്ടില്ല, എക്സ്പാൻഷൻ ഓഫ് സോഷ്യോളജി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ടാണ് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഇത്രയും ആസ്പെക്ട്സ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം എന്തെങ്കിലും ഒരു ക്വസ്റ്റൻ എമർജൻസ് ഓഫ് സോഷ്യോളജിയിൽ എന്തൊക്കെ ആസ്പെക്ട്സ് ആണ് എമർജൻസ് ഓഫ് സോഷ്യോളജിയിൽ വന്നതെന്ന് ചോദിച്ചാൽ ഇൻഡസ്ട്രിയൽ റെവല്യൂഷനും ഫ്രഞ്ച് റെവല്യൂഷനൊക്കെ അതിൻ്റെ പാർട്ടാണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിൽ ഓർത്ത് വെച്ചേക്കുക. ഓക്കെ. However, the 20th century was the turning point for sociology. It was during this period that the discipline expanded globally, matured theoretically, and gained academic and social legitimacy. അപ്പം ഈ 20th സെഞ്ച്വറി എന്ന് പറയുന്നത് സോഷ്യോളജി എന്ന് പറയുന്ന ഡിസിപ്ലിൻ ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. കാരണം ഇറ്റ് വാസ് ഡ്യൂറിങ് ദിസ് പീരീഡ്. ഈ ഒരു സമയത്താണ് ഈ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു സബ്ജക്റ്റിൽ, അതായത് സോഷ്യോളജി എന്ന് പറയുന്ന വിഷയത്തിൽ ഒരു ഗ്ലോബൽ എക്സ്പാൻഷൻ വന്നത്. അപ്പം നമ്മൾ തിങ്കേഴ്സ് ഒക്കെ പഠിക്കുമ്പോൾ പറയും ഫ്രഞ്ച് തിങ്കേഴ്സ് എന്ന് പറയും, മാക്സ് വെബർ, അതുപോലെ തന്നെ ഇമാൽ ഡർക്കെയിം, നമ്മൾ കാൾ മാർക്സ് ഒക്കെ പഠിച്ചു. അപ്പോൾ ഇവർ ഓരോരോ സ്ഥലത്തുള്ള തിങ്കേഴ്സ് ആണ് ഇവരെല്ലാം. അപ്പോൾ അവർ ഒരു സ്ഥലത്ത് നിന്നും അവർ ഐഡിയാസ് പറയുന്നു, പിന്നെ അത് എന്ത് ചെയ്യുന്നു, ഗ്ലോബലി എക്സ്പാൻഡ് ചെയ്യുന്നു. ഓക്കെ, അവിടെയാണ്. അപ്പോൾ ഈ ഒരു സമയത്താണ് ഇതൊരു ഗ്ലോബൽ എക്സ്പാൻഷൻ സംഭവിക്കുന്നതും പിന്നെ കുറച്ചുകൂടി മെച്ചുവേർഡ് ആയിട്ടുള്ള തിയററ്റിക്കൽ ആസ്പെക്ട്സ് ഒക്കെ നമ്മൾ ഈ സബ്ജക്റ്റിൽ പറഞ്ഞു തുടങ്ങിയതും. പിന്നെ അക്കാഡമിക്കലി ഇതിനൊരു അക്സെപ്റ്റൻസ്, ലെജിറ്റിമസി എന്ന് പറഞ്ഞാൽ ഒരു അക്സെപ്റ്റൻസ്.
നമ്മുടെ എന്താണ് അക്കാഡമിക്സിലൊക്കെ ഒരു അക്സെപ്റ്റൻസ് കിട്ടിയത് എന്താണ് ഈ ഒരു 20th സെഞ്ചുറിയിലാണ്. അതുകൊണ്ടാണ് നമ്മൾ 20th സെഞ്ചുറിയിലെ എക്സ്പാൻഷൻ എന്താണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് നമുക്ക് പറയാനുള്ളത് ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ ഓഫ് സോഷ്യോളജിയാണ്. എങ്ങനെ ഒരു അക്കാഡമിക് ഡിസിപ്ലിനായി സോഷ്യോളജി മാറി എന്നാണ് നമ്മളിപ്പോൾ എന്താണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, അതൊരു ഇൻസ്റ്റിറ്റ്യൂഷനല്ല. ഇപ്പോൾ എന്താണ് ഒരു കോളേജ് അല്ലെങ്കിൽ സോഷ്യോളജി റിലേറ്റ് ചെയ്തിട്ടുള്ള എന്താണ്, അല്ലെങ്കിൽ സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്റ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ തുടങ്ങുന്നു. അതിനെയാണ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ ഓഫ് സോഷ്യോളജി എന്ന് പറയുന്നത്. അപ്പോൾ സോഷ്യോളജി ബിക്കം എ റെക്കഗ്നൈസ്ഡ് അക്കാഡമിക് ഡിസിപ്ലിൻ ഇൻ ദി ഏർലി 20th സെഞ്ചുറി. ഇറ്റ് വാസ് ടോട്ട് ഇൻ യൂണിവേഴ്സിറ്റീസ് എന്നാണ്. അപ്പോൾ ഈ ഒരു 20th സെഞ്ചുറിയിലാണ് എന്ത് യൂണിവേഴ്സിറ്റീസിലൊക്കെ എന്താണ് സോഷ്യോളജി എന്ന് പറയുന്ന വിഷയം പഠിപ്പിച്ച് തുടങ്ങിയത്. ആൻഡ് ഹാഡ് ഇറ്റ്സ് ഓൺ ഡിപ്പാർട്ട്മെൻറ്റ്സ്. എന്താണ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്, പിന്നെ ജേർണൽസ് ഉണ്ട്, പിന്നെ അസോസിയേഷൻസ് ഉണ്ട്. അസോസിയേഷൻസ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, വി ഹാവ് എന്താണ് ISA, ഇന്റർനാഷണൽ സോഷ്യോളജിക്കൽ അസോസിയേഷൻ. ഇതൊന്നും നിങ്ങൾക്ക് ചോദിക്കില്ല, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് ഇപ്പോൾ ISA അതെന്താണെന്ന് ഡെഫിനറ്റ്ലി ചോദിക്കില്ല. ഞാൻ ജസ്റ്റ് അസോസിയേഷൻസ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. അതുപോലെ തന്നെ എന്താണ് നമ്മൾ കേരളത്തിലുണ്ട്, വി ഹാവ് KSS, ദാറ്റ് ഈസ് കേരള സോഷ്യോളജിക്കൽ സൊസൈറ്റി. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സോഷ്യോളജി എന്ന് പറയുന്ന ഡിസിപ്ലിൻ റിലേറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തത് ഈ ഒരു 20th സെഞ്ചുറിയിൽ ആണ്. And what are the key developments? Sociology became separate from philosophy and economics. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ഫാദർ ഓഫ് സോഷ്യോളജിക്ക് ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു സോഷ്യൽ ഫിസിക്സ് എന്നായിരുന്നു എന്ത് സോഷ്യോളജി ആദ്യ കാലഘട്ടങ്ങളിൽ അറിയപ്പെടുന്നതെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ സോഷ്യൽ ഫിസിക്സ് ആ ഒരു ഫിലോസഫിക്കൽ ആസ്പെക്ട്സിൽ നിന്നൊക്കെ മാറി സോഷ്യോളജി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് എന്താ, ആദ്യമേ സോഷ്യോളജി എന്ന് പറയുന്ന ഒരു ടേം ആ ഒരു സബ്ജക്റ്റിന് അല്ലെങ്കിൽ ഒരു ഡിസിപ്ലിൻ ഇല്ലായിരുന്നു. ആദ്യമൊക്കെ എന്താണ് ഒരു ഫിലോസഫിക്കൽ ഡിസിപ്ലിൻ ആയിട്ട് അല്ലെങ്കിൽ ഫിലോസഫിക്കൽ സബ്ജക്റ്റ് ആയിട്ടാണ് സോഷ്യോളജി നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ഫിലോസഫി അല്ലെങ്കിൽ അതിൻ്റെ ഒരു എക്കണോമിക് ആസ്പെക്ട്സ് അല്ലെങ്കിൽ ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള ആസ്പെക്ട്സ്, അതിൻ്റെ ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള ആസ്പെക്ട്സ് ഒക്കെ മാറി എന്താണ് സോഷ്യൽ സയൻസ് എന്ന് പറയുന്ന ആസ്പെക്റ്റിൽ സോഷ്യോളജി ഒരു ഡിസിപ്ലിനായി മാറിയത് ഈ ഒരു 20th സെഞ്ചുറിയിലാണെന്ന് പറയുന്നു. എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് സോഷ്യോളജിക്കൽ ജേർണൽസ് ലൈക്ക് അമേരിക്കൻ ജേർണൽ ഓഫ് സോഷ്യോളജി, അതൊരു എന്താണ് ജേർണലാണ്, അമേരിക്കൻ ജേർണൽ ഓഫ് സോഷ്യോളജി. പിന്നെ അതുപോലെ വി ഹാവ് എന്താണ് ബ്രിട്ടീഷ് ജേർണൽ ഓഫ് സോഷ്യോളജി, ജസ്റ്റ് ഇയർ കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ, 1895 and 1950. പിന്നെ ഫോർമേഷൻ ഓഫ് പ്രൊഫഷണൽ അസോസിയേഷൻസ് എന്നാണ്, വി ഹാവ് അമേരിക്കൻ സോഷ്യോളജിക്കൽ അസോസിയേഷൻ. നേരത്തെ ഇന്റർനാഷണൽ സോഷ്യോളജിക്കൽ അസോസിയേഷൻ പറഞ്ഞതുപോലെ തന്നെ എന്താണ് അമേരിക്കയ്ക്ക് ദേ ഹാവ് ആൻ അമേരിക്കൻ സോഷ്യൽ അസോസിയേഷൻ. ദെൻ വി ഹാവ് ഇന്റർനാഷണൽ സോഷ്യോളജിക്കൽ അസോസിയേഷൻ, നാം നേരത്തെ പറഞ്ഞ പോലെ. ആൻഡ് ഇതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് എന്തായിരിക്കും, സോഷ്യോളജി നൗ ഹാഡ് ഡിഫൈൻഡ് മെത്തേഡ്സ്, തിയറീസ് ആൻഡ് ഒരു പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ എന്താണ് ഇപ്പം കറൻ്റ്ലി, അതായത് ഈ ഒരു എന്താണ് റെവല്യൂഷനൊക്കെ വന്നു, നമുക്ക് അസോസിയേഷൻസ് ഒക്കെ ഉണ്ടായി, ജേർണൽസ് ഒക്കെ ഉണ്ടായി, പുതിയ പുതിയ തിയററ്റിക്കൽ ആസ്പെക്ട്സ് വന്നു, തിയററ്റിക്കൽ തോട്ട് വന്നു. സോ എന്ത് ചെയ്തു, സോഷ്യോളജി എന്ന സബ്ജക്റ്റ് ഇറ്റ്സ് ആസ് ഡിഫൈൻഡ് മെത്തേഡ്സ്, അതായത് നിങ്ങൾക്ക് റിസർച്ച് മെത്തേഡ്സ് പഠിക്കാനുണ്ട്. റിസർച്ച് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ മൊഡ്യൂൾ തന്നെ ഉണ്ട് എന്താണ് നിങ്ങളുടെ സിലബസിൽ. അപ്പോൾ അവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം എന്താണ് റിസർച്ച് മെത്തേഡ്സ്, സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നമ്മൾ എന്തൊക്കെ ടൂൾസ് യൂസ് ചെയ്യുന്നു, മെത്തേഡ്സ് യൂസ് ചെയ്യുന്നു എന്നൊക്കെ നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ എന്താണ്, നമുക്ക് എന്താണ് ക്വാളിറ്റേറ്റീവും ക്വാണ്ടിറ്റേറ്റീവും ആസ്പെക്റ്റ് ഉണ്ട് നമുക്ക്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ക്വാളിറ്റേറ്റീവ് ആണെങ്കിൽ എന്താണ്, നമ്മൾ കേസ് സ്റ്റഡി ചെയ്യും, സർവേസ് കണ്ടക്ട് ചെയ്യും. ഓക്കെ, അങ്ങനെ പല പല എന്താണ് മെത്തേഡ്സ് ഉണ്ട് നമുക്ക് സോഷ്യൽ സയൻസിൽ റിസർച്ച് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ എന്താണ് ഡിഫറെൻറ്റ് തിയറീസ്, അതിൽ കുറച്ച് തിയറീസ് നമ്മൾ പഠിക്കുന്നുണ്ട് ഇപ്പം തന്നെ. ആൻഡ് ഒരു പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ് ഒക്കെ എന്താണ് ഈ ഒരു എവല്യൂഷൻ കാരണം സോഷ്യോളജിയിൽ സംഭവിച്ചു. ഓക്കെ, ദിസ് ഗേവ് ഇറ്റ് ക്രെഡിബിലിറ്റി ആൻഡ് ഹെൽപ്പ് ഇറ്റ് ഗ്രോ ആസ് എ സയൻസ് സൊസൈറ്റി. അപ്പോൾ സൊസൈറ്റീനെ ഒരു സയൻസ് ആയിട്ട്, സമൂഹത്തിന് വേണ്ടിയിട്ടുള്ളൊരു സയൻസ് ആയിട്ട് മാറാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഈ സംഭവങ്ങളെല്ലാം സോഷ്യോളജിനെ ഹെൽപ്പ് ചെയ്തു എന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞ് വെച്ചിരിക്കുന്നത്. ഓക്കെ, പിന്നെ രണ്ടാമത്തെ എന്താണ്, റൈസ് ഓഫ് ദി ഷിക്കാഗോ സ്കൂൾ. അപ്പോൾ എന്താണ് 1920s 1930s ആ ഒരു സമയത്താണ് എന്ത് ഷിക്കാഗോ സ്കൂളിൻ്റെ റൈസ് ഉണ്ടായത് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടായത്. സോ യൂണിവേഴ്സിറ്റി ഓഫ് ഷിക്കാഗോ ബിക്കം എ ഹബ് ഫോർ സോഷ്യോളജിക്കൽ റിസർച്ച്. അപ്പം സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നമുക്ക് റിസർച്ച് ഒക്കെ നടത്താനുള്ളൊരു ഹബ്ബായിട്ട് തന്നെ എന്താണ് മോസ്റ്റ്ലി എന്തായിരിക്കും സോഷ്യോളജി റിലേറ്റ് ചെയ്തിട്ടുള്ള വലിയ വലിയ സ്റ്റഡീസ് ഒക്കെ എന്തായിരിക്കും ഈ യൂണിവേഴ്സിറ്റി ഓഫ് ഷിക്കാഗോയിലായിരിക്കും എന്താണ് നടക്കുക. ആൻഡ് ഇറ്റ് വാസ് ദി ഫസ്റ്റ് സ്കൂൾ എന്താണ്, അപ്പോൾ ഫസ്റ്റ് സ്കൂൾ ടു വാട്ട് ടു ഫോക്കസ് ഓൺ
ഫീൽഡ് വർക്ക്. നമ്മളെന്താണ് ഫീൽഡിൽ പോയി ഇപ്പം നമ്മളൊരു സ്ലം ഏരിയയെക്കുറിച്ച് പഠിക്കുന്നു. അപ്പം എന്ത് ചെയ്യുന്നു, നമ്മളിപ്പോൾ ട്രിവാൻഡ്രത്തെ സ്ലം ഏരിയയെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ട്രിവാൻഡ്രത്തുള്ള സ്ലം ഏരിയാസ് ഏതൊക്കെയാണെന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് ആവശ്യമുള്ള ഡേറ്റാസ് ഏത് സ്ലമ്മിലായിരിക്കും കിട്ടുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ഫീൽഡിൽ പോയി, അതായത് ആ ഒരു ഏരിയയിൽ പോയി നമ്മൾ എന്ത് ചെയ്യുന്നു, അവരെക്കുറിച്ച് പഠിക്കുന്നു. അതിനെയാണ് എന്ത് ഫീൽഡ് വർക്ക് എന്ന് പറയുന്നത്. പിന്നെന്താണ് ഒബ്സർവേഷൻ. നമ്മൾ എന്ത് ചെയ്യുന്നു, ഒബ്സർവ് ചെയ്യുന്നു. നമ്മളിപ്പം ഒരു ഫീൽഡിൽ പോകാമെന്ന് വിചാരിക്കാം. ആ ഫീൽഡിൽ പോയിട്ട് നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങൾ അവരോട് ചോദിക്കും. അവർ പറയുന്ന ഡേറ്റാസ് നമ്മൾ എന്ത് ചെയ്യുന്നു, എഴുതിയെടുക്കുന്നു അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യുന്നു. അതുകൂടാതെ എന്ത് ചെയ്യുന്നു, നമ്മൾ അവിടെ ഒബ്സർവ് ചെയ്യുന്നു. ലൈക്ക് അവരുടെ പേഴ്സണാലിറ്റി ഒബ്സർവ് ചെയ്യും, അവർ പറയുന്ന കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യും, ചുറ്റുപാടിലുള്ള കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യും. ഇതെല്ലാം എന്താണ് നമുക്ക് സോഷ്യോളജിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഡേറ്റാസാണ്. പിന്നെ അതുപോലെ തന്നെ എന്താണ് അർബൻ പ്രോബ്ലംസിനെ കുറിച്ചൊക്കെ എന്താണ് ഈ ഷിക്കാഗോ സ്കൂള് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ എന്താണ് ഷിക്കാഗോ സ്കൂളിൻ്റെ കീ ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത്? അർബൻ സോഷ്യോളജി ഒരു കീ ഫോക്കസ് ഏരിയ ആണ്. അർബൻ സോഷ്യോളജിയിൽ നമ്മൾ എന്തൊക്കെ പഠിക്കുന്നു? സിറ്റീസിനെ കുറിച്ച് പഠിക്കുന്നു. പിന്നെ അതുപോലെ എന്താണ് ഗെറ്റോസിനെ കുറിച്ച് പഠിക്കുന്നു. ഗെറ്റോസ് എന്താണ് നമ്മൾ ഓൾറെഡി 2-3 ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. എന്താണ് എന്താണ് പോസിറ്റീവ് ഗെറ്റോയിസേഷനും നെഗറ്റീവ് ഗെറ്റോയിസേഷനും ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. നെഗറ്റീവ് ഗെറ്റോയിസേഷൻ എന്താണ് ഡിസ്പ്ലേസ്മെന്റ് ഒക്കെ സംഭവിച്ച് എന്താണ് ആൾക്കാർ ഒരു പ്ലേസിൽ ഒത്തുകൂടുന്നതിനാണ് ഒന്നിച്ച് താമസിക്കുന്നതിനാണ് നെഗറ്റീവ് ഗെറ്റോയിസേഷൻ എന്ന് പറയുന്നത്. പോസിറ്റീവ് ഗെറ്റോയിസേഷൻ എന്താണ് റിച്ച് പീപ്പിളിന്റെ കാര്യം നമ്മൾ പറഞ്ഞില്ലേ, ഒരു ഏരിയയിൽ ഫുൾ താമസിക്കുന്ന ആൾക്കാർ എന്തായിരിക്കും, ഭയങ്കര റിച്ച് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അതാണ് പോസിറ്റീവ് ഗെറ്റോയിസേഷൻ എന്ന് പറയുന്നത്. പിന്നെ എന്താണ് അതുപോലെ നെയ്ബർഹുഡ്സിനെ കുറിച്ചൊക്കെ നമ്മൾ അർബൻ സോഷ്യോളജിയിൽ പഠിക്കുന്നു. പിന്നെന്താണ് സോഷ്യൽ ഡിസോർഗനൈസേഷൻ. അതുമാത്രമല്ല അർബൻ സോഷ്യോളജി കുറിച്ച് നമ്മൾ ഒരു കീ ഏരിയ ആയിട്ട് പഠിക്കുന്നു. പിന്നെന്താണ് ഷിക്കാഗോ സ്കൂളിൻ്റെ കീഴിൽ മെയിൻ ആയിട്ടുള്ളത് സോഷ്യൽ ഡിസ്ഓർഗനൈസേഷൻ. എന്തൊക്കെ നെഗറ്റീവ് ആയിട്ടുള്ള ആസ്പെക്ട്സ് ആണ് നമ്മുടെ സൊസൈറ്റിയിൽ സംഭവിക്കുന്നത്. അതായത് ഡിസോർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളൊരു പെർട്ടിക്കുലർ വേ ഓഫ് മൂവിങ് സൊസൈറ്റി കാണും. എന്താണ് അവർ പറയും നമ്മൾ ഇങ്ങനെ പെരുമാറാൻ പാടുള്ളൂ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. അപ്പോൾ അതിൽ നിന്നും മാറി നമ്മുടെ സൊസൈറ്റിയിൽ ഓരോ സംഭവങ്ങൾ സംഭവിക്കുമ്പോൾ അതിനെ നമ്മൾ ഡിസോർഗനൈസ്ഡ് ആയിട്ടുള്ള സൊസൈറ്റി എന്ന് പറയുന്നു. അപ്പോൾ ഒരു ഡിസോർഗനൈസ്ഡ് സൊസൈറ്റിയിൽ കാണപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കാം? ഡെഫിനറ്റ്ലി ക്രൈം കാണും, എന്താണ് ഡെലിങ്ക്വൻസി കാണും. അതാണ് ജുവനൈൽ ഡെലിങ്ക്വൻസി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ല. അതായത് അവർ തെറ്റ് ചെയ്യുന്നു, പക്ഷെ എന്താണ് അവർ അറിഞ്ഞുകൊണ്ടായിരിക്കില്ല എന്താണ് ആ തെറ്റ് ചെയ്യുന്നത്, ആ ഒരു ഏജിൽ അവർ ആ തെറ്റ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ ജുവനൈൽ ഡെലിങ്ക്വൻസി എന്ന് പറയുന്നത്. പിന്നെ എന്താണ് മൈഗ്രേഷൻ, പോവർട്ടി, ഇതെല്ലാം എന്താണ് സോഷ്യൽ ഡിസോർഗനൈസേഷൻ എന്ന് പറയുന്ന ആസ്പെക്റ്റിൽ കാണും. Then we have എന്താണ് റേസ് ആൻഡ് എത്തനിക് റിലേഷൻസ്, എസ്പെഷ്യലി ഇൻ ദി കോണ്ടെക്സ്റ്റ് ഓഫ് ഇമിഗ്രൻസ് ഇൻ അമേരിക്ക. എന്താണ് റേസ് ആയിട്ടുള്ള എത്നിക് ആയിട്ടുള്ള ഇഷ്യൂസ്, എന്താണ് നമ്മൾ കളർ വെച്ചിട്ട് ഉള്ള നമ്മളെ വേർതിരിക്കുക, നമ്മളെ എക്സ്ക്ലൂഡ് ചെയ്യുക, അങ്ങനെയുള്ള ആസ്പെക്ട്സ്. പിന്നെ എന്താണ് എത്നിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഏത് സൊസൈറ്റിയിലാണോ ജനിക്കുന്നത് അവിടുത്തെ ഉള്ള കൾച്ചർ, അവിടുത്തെ ഒരു ആസ്പെക്റ്റ് ആയിരിക്കും എന്താണ് നമ്മുടെ എത്നിസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ എന്താണ് ഇമിഗ്രൻസ് ഇൻ അമേരിക്ക എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ഇവിടെ എന്താണ് ഫോർ എക്സാമ്പിൾ അമേരിക്കയിൽ നമ്മൾ എപ്പോഴും എന്താണ് ബ്ലാക്ക് പീപ്പിളിൻ്റെ ഇഷ്യൂ ഒക്കെ കേൾക്കാറില്ലേ, ബ്ലാക്ക് പീപ്പിളിൻ്റെ ഇഷ്യൂ ഒക്കെ. അതാണ് നമ്മൾ ഇവിടെ കൂടുതലായിട്ട് ഈ ഒരു ആസ്പെക്റ്റിൽ പഠിക്കുന്നത്. ഓക്കെ, സോ ഈ ഒരു അതായത് ഷിക്കാഗോ സ്കൂൾ ഓഫ് തോട്ടിൽ ഉള്ള കീ തിങ്കേഴ്സ് ആരൊക്കെയാണെന്ന് നമ്മൾ ജസ്റ്റ് നോക്കി വെച്ചേക്കേണ്ട ആവശ്യമുണ്ട്. ഒരാളെന്താണ് റോബർട്ട് പാർക്കാണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പറയുന്നത്. ഹി സോ ദി സിറ്റി ആസ് എ സോഷ്യൽ ലബോറട്ടറി. സിറ്റി എന്ന് പറയുന്ന ഒരു സംഭവത്തിനെ സോഷ്യൽ ലബോറട്ടറി എന്ന് വിളിച്ചത് ആരാണ് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ആൻസർ ഇസ് റോബർട്ട് പാർക്ക്. അതായത് ലബോറട്ടറി എന്താണ്? ഫോർ എക്സാമ്പിൾ നമ്മൾ എപ്പോഴും സയൻസ് ഡിസിപ്ലിൻസ് പഠിക്കുമ്പോഴാണ് നമ്മൾ ലബോറട്ടറി എന്ന് പറയുന്ന വാക്ക് കേൾക്കുന്നത്. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ എന്താണ് കെമിസ്ട്രി ലാബ്, കമ്പ്യൂട്ടർ ലാബ് അതൊക്കെ ഉണ്ട്. അപ്പോൾ കെമിസ്ട്രി ലാബിലൊക്കെ പോയി എന്താണ് നമ്മൾ ആസിഡ്സും അതും ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ഓരോരോ ടെസ്റ്റൊക്കെ നടത്തും. ഓരോരോ ടെസ്റ്റൊക്കെ നടക്കും, ലിറ്റ്മസ് ടെസ്റ്റ് അങ്ങനെയൊക്കെ പറയില്ലേ. അതേപോലെ നമ്മുടെ സൊസൈറ്റിയിലുള്ള നമ്മുടെ സമൂഹത്തിലുള്ള ലബോറട്ടറി എന്താണ്? സിറ്റിയാണ് എന്നാണ് ഒരു റോബർട്ട് പാർക്ക് പറയുന്നത്. അപ്പോൾ ഹൂ സെഡ് അല്ലെങ്കിൽ ഹൂ സോ സിറ്റി ആസ് എ സോഷ്യൽ ലബോറട്ടറി എന്ന് ചോദിച്ചാൽ റോബർട്ട് പാർക്ക്, അല്ലെങ്കിൽ റോബർട്ട് പാർക്ക് സിറ്റിനെ എന്തായിട്ടാണ് വിശേഷിപ്പിച്ചത് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ആൻസർ എന്ത് വരും? സോഷ്യൽ ലബോറട്ടറി. ഓക്കെ, നെക്സ്റ്റ് ഉള്ള ആളാണ് ഏർണസ്റ്റ് ബർജസ്. ഡെവലപ്ഡ് ദ കോൺസെൻട്രിക് സോൺ മോഡൽ. എന്താണ് ഒരു കോൺസെൻട്രിക് സോൺ മോഡൽ എന്ന് പറയുന്നൊരു ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്ത, കോൺസെൻട്രിക് സോൺ എന്ന് പറയുന്നൊരു മോഡൽ ക്രിയേറ്റ് ചെയ്ത ആളാണിത് ഏർണസ്റ്റ് ബർജസ് എന്ന് പറയുന്നത്. അതിൽ ഏർണസ്റ്റ് ബർജസ് എന്താണ് പഠിക്കുന്നത്? എങ്ങനെ സിറ്റീസ് വളരുന്നു, ഹൗ സിറ്റീസ് ഗ്രോ എന്നാണ് ആ ഒരു മോഡൽ വെച്ചിട്ട് അദ്ദേഹം പഠിക്കുന്നത്. അപ്പോൾ ആ മോഡൽ എന്താണ്, അതിനെക്കുറിച്ച് കൂടുതൽ ആവശ്യങ്ങളൊന്നും നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കുക കോൺസെൻട്രിക് സോൺ മോഡൽ ആരാണ് എന്നാണ് ഡെവലപ്പ് ചെയ്തത് ഏർണസ്റ്റ് ബർജസ്.
അത് എന്ത് റിലേറ്റ് ചെയ്തിട്ടാണ് ആ കോൺസെൻട്രിക് സോൺ മോഡൽ പറയുന്നത്, എങ്ങനെയാണ് സിറ്റീസ് ഡെവലപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ സിറ്റീസ് വളർന്നു വരുന്നത്. ഓക്കെ, ഇത് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് WI തോമസ് പറഞ്ഞ എന്താണ്, നോൺ ഫോർ തോമസ് തിയറം. അപ്പോൾ അദ്ദേഹത്തിന്റെ പേര് തന്നെയാണ് എന്ത് അതുള്ളത്, തോമസ് തിയറം. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഓർത്ത് വയ്ക്കാൻ എളുപ്പമായിരിക്കും. WI തോമസ് ആണ് എന്ത് തോമസ് തിയറം പറഞ്ഞത്. അതിൽ അദ്ദേഹം എന്താണ് പറയുന്നത്, ഇഫ് മെൻ ഡിഫൈൻ സിറ്റുവേഷൻസ് ആസ് റിയൽ, എന്താണ് ഇപ്പം എന്താണ് മനുഷ്യര് അവര് ഉള്ള സിറ്റുവേഷൻസ് യാഥാർത്ഥ്യമാണെന്ന് പറഞ്ഞാൽ ദേ ആർ റിയൽ ഇൻ ദെയർ കോൺസിക്വൻസസ്, അതിലുണ്ടാവുന്ന കോൺസിക്വൻസസിലും എന്താണ് അവര് എന്താണ് യാഥാർത്ഥ്യം കണ്ടെത്തുമെന്നാണ് എന്ത് തോമസ് തിയറത്തിൽ പറയുന്നത്. അതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് എന്താണ്, ബ്രോഡ് സോഷ്യോളജി ടു ക്ലോസർ റിയൽ ലൈഫ് പ്രോബ്ലംസ്. കാരണം എന്താണ് നമ്മൾ സിറ്റീസിനെ കുറിച്ച് പഠിക്കുന്നു, നമ്മുടെ റിയൽ ലൈഫ് സിറ്റുവേഷനെ കുറിച്ച് പഠിക്കുന്നു. അതാണ് എന്ത് ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. നമ്മുടെ റിയൽ ലൈഫ് സിറ്റുവേഷൻസ്, നമ്മൾ അനുഭവിക്കുന്ന സിറ്റുവേഷൻസ് നമ്മൾ യാഥാർത്ഥ്യമാണ്, റിയൽ ആണെന്ന് മനസ്സിലാക്കുമ്പോൾ എന്താണ് അതിലുണ്ടാകുന്ന കോൺസിക്വൻസസും ശരിക്കും റിയൽ ആണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മളെന്താണ് ബേസിക് നമ്മുടെ ലൈഫായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നത്. നമ്മൾ പറഞ്ഞു എന്താണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷനും ഫ്രഞ്ച് റവല്യൂഷനൊക്കെ വന്ന സമയത്ത് എന്താണ് സിറ്റീസ് ഗ്രോ ചെയ്തു, അർബനൈസേഷൻ കൂടി. അപ്പോൾ ആ ഒരു സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ആവശ്യമായിരുന്നു എന്ത് അർബൻ ഏരിയാസിലും സിറ്റീസിലും ഉള്ളത്. അപ്പോൾ ഷിക്കാഗോ സ്കൂൾ എന്ത് ചെയ്തു, കറക്റ്റ് നമ്മുടെ ലൈഫായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളെയാണ് എന്ത് ഫോക്കസ് ചെയ്ത് പഠിച്ചത്. അതുകൊണ്ടാണ് എന്ത് ഇറ്റ് ബ്രോഡ് സോഷ്യോളജി ക്ലോസർ ടു റിയൽ ലൈഫ് പ്രോബ്ലംസ് എന്ന് പറയുന്നത്. പിന്നെ എന്താണ് എംഫസൈസ്ഡ് എംപെറിക്കൽ റിസർച്ച് എന്ന് പറയുമ്പോൾ എന്താണ് ഒരു കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ്. നമ്മൾ എന്തെങ്കിലും കാരണം ഉണ്ടാവുമ്പോൾ അത് കോസ് ആവാനുള്ളൊരു കാരണവും ഉണ്ടാവും, അതിനൊരു ഇഫക്റ്റും ഉണ്ടാവും. എംപെറിക്കൽ റിസർച്ച് എന്ന് പഠിച്ചു എന്താണ് ഫാക്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും എന്ത് എംപെറിക്കൽ റിസർച്ചിൽ കൂടുതൽ ഉണ്ടാവുക. ലേയിങ് ദി ഫൗണ്ടേഷൻ ഫോർ മോഡേൺ ഫീൽഡ് വർക്ക് ആൻഡ് സർവേസ്. അപ്പോൾ എന്താണ് മോഡേൺ ആയിട്ടുള്ള ഫീൽഡ് വർക്ക് അതുപോലെ തന്നെ സർവേസ് ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഫൗണ്ടേഷൻസ് എന്താണ് ഈ ഷിക്കാഗോ സ്കൂളിൽ നിന്നാണ് എന്ത് അതിൻ്റെ ഫൗണ്ടേഷൻസ് ഡെവലപ്പ് ചെയ്ത് വന്നത്. ഓക്കെ, പിന്നെ നമ്മൾ തിയറട്ടിക്കൽ മെച്യൂരിറ്റി ഡെവലപ്പ് ചെയ്ത കാര്യം പറഞ്ഞിരുന്നു. അതെന്താണ് ഒരു 1940s 1960s ഒക്കെ ആയ സമയത്താണ് എന്ത് നമ്മുടെ സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്റ്റിലൊരു തിയറട്ടിക്കൽ മെച്യൂരിറ്റി ഉണ്ടാവുന്നത്. So, this period saw the development of large-scale systematic sociological theories that explained how society functions and changes. അപ്പോൾ എന്താണ് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള എന്താണ് സോഷ്യോളജിക്കൽ തിയറീസ് എമേർജ് ചെയ്തു. അത് എന്ത് എക്സ്പ്ലെയിൻ ചെയ്തു, എങ്ങനെയാണ് നമ്മുടെ സൊസൈറ്റി ഓരോ ദിവസവും ഫങ്ഷൻ ചെയ്യുന്നത്, എങ്ങനെയാണ് ചേഞ്ചസ് ഉണ്ടാവുന്നത് എന്നൊക്കെ ആര് എക്സ്പ്ലെയിൻ ചെയ്തു, ഈ ഒരു തിയറട്ടിക്കൽ ഫൗണ്ടേഷൻസിൻ്റെ ആസ്പെക്റ്റ് വന്നപ്പോൾ നമ്മുടെ തിങ്കേഴ്സൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ രണ്ട് മേജർ ആയിട്ടുള്ള തിയറട്ടിക്കൽ ട്രഡീഷൻസ് ആണ് എന്ത് ആ സമയത്ത് വളരെയധികം ഡോമിനേറ്റ് ചെയ്ത് നിന്നത്. ഒന്നെന്ന് പറയുന്നത് സ്ട്രക്ചറൽ ഫങ്ഷണലിസം. സോ എന്താണ് സ്ട്രക്ചറൽ ഫങ്ഷണലിസത്തിൻ്റെ മീനിങ്, അല്ലെങ്കിൽ ആ ഒരു തിയറട്ടിക്കൽ ആസ്പെക്റ്റ് കൊണ്ട് എന്താണ് നമ്മൾ മീൻ ചെയ്യുന്നത് എന്നാണ് ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു സിസ്റ്റമായിട്ട് നമ്മൾ എന്ത് ചെയ്തു കണ്ടു. സൊസൈറ്റി ഈസ് വ്യൂഡ് ആസ് എ സിസ്റ്റം മെയ്ഡ് അപ്പ് ഓഫ് ഇന്റർഡിപെൻഡൻറ്റ് പാർട്സ്. എന്താണ് സൊസൈറ്റി എന്ന് പറയുന്നത് എന്താണ് ഒരു സിസ്റ്റമായിട്ട് നമ്മൾ കണ്ടു. എന്താണ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു കാറിൻ്റെ എഞ്ചിനായിട്ട് എടുക്കുക, അതൊരു സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിന് എന്ത് ചെയ്യും പല പല ഇന്റർഡിപെൻഡൻറ്റ് പാർട്സ് ഉണ്ടായിരിക്കും. എന്താണ് ഇപ്പോൾ ABCD അങ്ങനെ 4 പാർട്സ് ആ സിസ്റ്റത്തിന് ഉണ്ടാവുമെന്ന് വിചാരിക്കുക. അപ്പം A വർക്ക് ചെയ്യുന്നത് സിംഗിളായിട്ടും D വർക്ക് ചെയ്യുന്നത് സിംഗിളായിട്ടും അല്ല, മറിച്ച് എന്താണ് ദേ ആർ ഇന്റർഡിപെൻഡൻറ്റ് ടു ഈച്ച് അതർ. A വർക്ക് ചെയ്യണമെങ്കിൽ Dയുടെ ആവശ്യമുണ്ട്, D വർക്ക് ചെയ്യണമെങ്കിൽ എന്താണ് Cയുടെ ആവശ്യമുണ്ട്, B വർക്ക് ചെയ്യണമെങ്കിൽ Cയുടെ ആവശ്യമുണ്ട്, Aയുടെ ആവശ്യമുണ്ട്. അങ്ങനെ ഇന്റർഡിപെൻഡൻ്റ് ആയിട്ടുള്ള അതിനെയാണ് നമ്മൾ ഇന്റർഡിപെൻഡൻസി എന്ന് പറയുന്നത്. ഒരു സംഭവം വർക്ക് ചെയ്യണമെങ്കിൽ അതിന് മറ്റൊരു സംഭവത്തിൻ്റെ ഹെൽപ്പ് കൂടിയേ തീരൂ, ഇതുണ്ടെങ്കിലേ അതുള്ളൂ എന്ന് പറയുന്ന പോലെ. ഓക്കെ, അപ്പോൾ ആ ഒരു സിസ്റ്റത്തിൽ ഇന്റർഡിപെൻഡൻ്റ് ആയിട്ടുള്ള പാർട്സ് ഉണ്ട്. അത് മോസ്റ്റ്ലി എന്തായിരിക്കും നമ്മുടെ സൊസൈറ്റിയിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരിക്കും. അതായത് എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഫാമിലി, മാരേജ്, കിൻഷിപ്പ്, നമ്മുടെ ഗവൺമെൻറ്, ഇതെല്ലാം എന്താണ് നമ്മുടെ സൊസൈറ്റിയിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. മാരേജ് സംഭവിച്ചാൽ മാത്രമേ എന്താണ് അവിടെ ഒരു ഫാമിലി ക്രിയേറ്റ് ആവുകയുള്ളൂ, മനസ്സിലായില്ലേ? അപ്പോൾ അത് ഇന്റർഡിപെൻഡൻ്റ് ആണ്. അതാണ് എന്ത് ഈ സ്റ്റേറ്റ്മെന്റിൽ മീൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈച്ച് പാർട്ട് ഹാസ് എ ഫംഗ്ഷൻ ടു പെർഫോം ദാറ്റ് കോൺട്രിബ്യൂട്ട്സ് ടു ദി സ്റ്റെബിലിറ്റി ഓഫ് ദി ഹോൾ. അപ്പോൾ എന്താണ് ഇതിൽ പറഞ്ഞ എന്താണ് ഓരോ പാർട്ടിലും നമ്മുടെ സൊസൈറ്റിയിലുള്ള ഓരോ പാർട്ടിലും എന്താണ് ഒരു ഫംഗ്ഷൻ പ്ലേ ചെയ്യാൻ കാണും. ആ ഫംഗ്ഷൻ ആ ഒരു പാർട്ട് കൃത്യമായി പെർഫോം ചെയ്താൽ മാത്രമേ ആ സൊസൈറ്റിയിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവുള്ളൂ, അതിനൊരു നിലനിൽപ്പ് ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് സ്ട്രക്ചറൽ ഫംഗ്ഷനത്തിൽ നമ്മളൊരു ഫോർ എക്സാമ്പിൾ നമ്മൾ ബോഡി ആലോചിച്ച് നോക്കുക. നമ്മുടെ ബോഡി പോലെ തന്നെ ആണ് സ്ട്രക്ചറൽ ഫംഗ്ഷണലിസം എന്ന് പറയുന്ന തിയറി. നമ്മുടെ ബോഡിയിൽ ഡിഫറെൻറ്റ് പാർട്സ്
പാർട്സ് ഉണ്ട്. ആ പാർട്സ് എല്ലാം ഒന്നിച്ച് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഹെൽത്തി ആയിട്ട് ഇതുപോലെ എന്താണ് എനിക്കിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്ന് ക്ലാസ് എടുക്കാൻ പറ്റുകയുള്ളൂ, നിങ്ങൾക്ക് അവിടെ നിന്ന് ക്ലാസ് കാണാൻ പറ്റുകയുള്ളൂ, ഇതെല്ലാം ചെയ്യാൻ പറ്റുകയുള്ളൂ. നമ്മുടെ ഫോർ എക്സാമ്പിൾ എന്താണ് നമ്മുടെ ഹാർട്ട്, ലിവർ ഇതെല്ലാം നന്നായിട്ട് ഫംഗ്ഷൻ ചെയ്താൽ മാത്രമേ വി ക്യാൻ സേ ദാറ്റ് നമ്മൾ ബോഡി ഹെൽത്തി ആയിട്ടിരിക്കുന്നു ആൻഡ് വി ക്യാൻ ഡു അവർ ഡെയിലി ടാസ്ക്. അതുപോലെ തന്നെയാണ് എന്ത് സൊസൈറ്റി എന്ന് സ്ട്രക്ചറൽ ഫങ്ഷണലിസം പറയുന്നു. നമ്മുടെ സൊസൈറ്റിയിൽ എന്താണ് ഡിഫറെൻറ്റ് പാർട്സ് ഉണ്ട്. ആ പാർട്സ് ഒന്നിച്ച് നല്ലപോലെ വർക്ക് ചെയ്താൽ മാത്രമേ സൊസൈറ്റി സ്റ്റേബിൾ ആയിട്ട് പോവുകയുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് കൂടുതൽ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ആൻഡ് ഫോക്കസ് ഓൺ വാട്ട് ഓർഡർ, നോംസ്, വാല്യൂസ് ആൻഡ് ഇക്വിലിബ്രിയം. നമ്മുടെ സൊസൈറ്റി അതായത് ഓർഡർ എന്ന് പറയുമ്പോൾ എന്താണ് സോഷ്യൽ ഓർഡർ ആണ്. സോഷ്യൽ ഓർഡർ കൊണ്ടുവരിക, പിന്നെ നമ്മുടെ സൊസൈറ്റിയിലുള്ള നോംസ്, വാല്യൂസ്, അതുപോലെ തന്നെ ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റെബിലിറ്റിനെ തന്നെയാണ് പറയുന്നത്. ഇതിലെല്ലാം എന്താണ് ഫോക്കസ് ചെയ്ത് പഠിക്കുന്നതാണ് എന്ത് സ്ട്രക്ചറൽ ഫങ്ഷണലിസം എന്ന് പറയുന്ന തിയറി എന്ന് പറയുന്നത്. സ്ട്രക്ചറൽ ഫങ്ഷണലിസം എന്ന് പറയുന്ന തിയററ്റിക്കൽ ആസ്പെക്റ്റിൻ്റെ കീഴിൽ വരുന്ന കുറച്ച് തിങ്കേഴ്സ് ഉണ്ട്. ആദ്യം നമുക്ക് എന്താണ് ടാൽകോട്ട് പാഴ്സണിൻ്റെ കാര്യം നോക്കാം. അപ്പോൾ ടാൽകോട്ട് പാഴ്സൺ ആണ് അജിൽ മോഡൽ എന്ന് പറയുന്നൊരു സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പം അജിൽ എന്ന് പറഞ്ഞാൽ AGIL, അത് ഓരോന്നിനും ഓരോ എക്സ്പാൻഷൻ ഉണ്ട്. അതിൽ A സ്റ്റാൻഡ്സ് ഫോർ അഡാപ്റ്റേഷൻ. അഡാപ്റ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ എക്കണോമിക് സിസ്റ്റം റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങളാണ് എന്ത് അഡാപ്റ്റേഷനിലുള്ളത്. പിന്നെ G is ഫോർ ഗോൾ അറ്റൈൻമെൻറ്റ്, അത് നമ്മൾ പൊളിറ്റിക്കൽ സിസ്റ്റം റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ആൻഡ് I is ഫോർ ഇൻറ്റഗ്രേഷൻ, അത് ലീഗൽ സിസ്റ്റം റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും. ആൻഡ് L ഫോർ ലേറ്റൻസി, അതിലാണെന്ത് നമ്മൾ നമ്മുടെ ഫാമിലി, റിലീജിയൻ ആ ആസ്പെക്ട്സ് ഒക്കെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിൽ നിന്നും ടേക്ക് അവേ ചെയ്യേണ്ട കാര്യം സ്ട്രക്ചറൽ ഫങ്ഷണലിസം എന്ന് പറയുന്ന തിയറി എന്ത് റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അത് എന്ത് ഐഡിയ ആണ് പറയുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അല്ലെങ്കിൽ എന്താണ് അവർ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തരും, ലൈക്ക് സൊസൈറ്റിയിൽ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് എല്ലാ പാർട്സും ഒന്നിച്ച് ഫംഗ്ഷൻ ചെയ്യുന്ന തിയററ്റിക്കൽ ആസ്പെക്റ്റിൻ്റെ നെയിം എന്താണ്, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ദാറ്റ് വിൽ ബി സ്ട്രക്ചറൽ ഫങ്ഷണലിസം. ആൻഡ് ഫോർ എക്സാമ്പിൾ ടാൽകോട്ട് പാഴ്സൺ ഏത് തിങ്കറാണെന്ന് ചോദിക്കും, ഏത് തിയററ്റിക്കൽ ആസ്പെക്റ്റിൻ്റെ കീഴിൽ വരുന്ന ഒരു തിങ്കറാണെന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ ഇറ്റ് വിൽ ബി സ്ട്രക്ചറൽ ഫങ്ഷണലിസ്റ്റ്. ഹി വിൽ ബി ടാൽകോട്ട് പാഴ്സൺ ഇസ് എ സ്ട്രക്ചറൽ ഫങ്ഷണലിസ്റ്റ് എന്നായിരിക്കും എന്താണ് ആൻസർ വരിക. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ളത് അജിൽ മോഡൽ എന്ന് പറയുന്ന സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്ത് ആരാണ്? ടാൽകോട്ട് പാഴ്സൺ ആണ് എന്ത് അതിൻ്റെ ആൻസർ. ആൻഡ് ചിലപ്പോൾ എന്താണ് എക്സ്പാൻഷനും ചോദിക്കാം. A സ്റ്റാൻഡ്സ് ഫോർ വാട്ട് അഡാപ്റ്റേഷൻ, അത് എക്കണോമിക് സിസ്റ്റം റിലേറ്റ് ചെയ്തെന്ന് മാത്രം ഓർത്ത് വെച്ചേക്കുക. G സ്റ്റാൻഡ്സ് ഫോർ ഗോൾ അറ്റൈൻമെൻറ്റ്, അത് പൊളിറ്റിക്കൽ സിസ്റ്റം റിലേറ്റ് ചെയ്തതെന്ന് ഓർത്ത് വയ്ക്കുക. I ഫോർ ഇൻറ്റഗ്രേഷൻ, ദാറ്റ് ഇസ് റിലേറ്റഡ് ടു ലീഗൽ സിസ്റ്റം. L ഫോർ ലേറ്റൻസി ആൻഡ് ഫാമിലി, റിലീജിയൻ അതുപോലുള്ള ആസ്പെക്ട്സ് റിലേറ്റ് ചെയ്തിട്ട് ഓർത്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് എക്സ്പാൻഡ് ചെയ്ത് പഠിക്കേണ്ട ആവശ്യമില്ല, കാരണം ടാൽകോട്ട് പാഴ്സൺ എന്ന് പറയുന്ന തിങ്കർ എസ്പെഷ്യലി നിങ്ങളുടെ ഇതിൽ എടുത്ത് പറഞ്ഞിട്ടില്ല. അപ്പോൾ ജസ്റ്റ് അതിൽ വരുന്ന തിങ്കേഴ്സും അവരുടെ മെയിൻ ഐഡിയാസും മാത്രം എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി. കാരണം എന്താണ്, ഞാൻ ആദ്യമേ തിങ്കേഴ്സിൻ്റെ ക്ലാസ് എടുത്ത് തുടങ്ങിയപ്പോഴേ പറഞ്ഞു നിങ്ങൾ സോഷ്യോളജി പഠിക്കുന്നത് എക്സാം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ആവശ്യം അത് മാത്രം ആലോചിച്ചാൽ മതി. അപ്പോൾ കാരണം എന്താണ്, ഇത് നോക്കി തല പുകഞ്ഞ് ഇതിൻ്റെ കൂടുതൽ എക്സ്ട്രാ പഠിക്കണം എന്ന് പറഞ്ഞ് പോകണ്ട. ഓക്കെ, പിന്നെന്താണ് സെക്കൻഡ് റോബർട്ട് മേർട്ടൺ അല്ലെങ്കിൽ റോബർട്ട് കെ മേർട്ടൺ എന്ന് പറയും. സോ ഹിസ് നോൺ ഫോർ എന്താണ് അദ്ദേഹത്തിൻ്റെ മാനിഫെസ്റ്റ് ആൻഡ് ലേറ്റൻറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ആസ്പെക്ട്സ്, അതുപോലെ തന്നെ എന്താണ് ഡിസ്ഫങ്ഷൻ, റെഫറൻസ് ഗ്രൂപ്പ് തിയറി, ഇതെല്ലാം റിലേറ്റ് ചെയ്തിട്ടാണ് എന്ത് റോബർട്ട് കെ മേർട്ടൺ വരുന്നത്. അതിൽ മാനിഫെസ്റ്റ് ആൻഡ് ലേറ്റൻറ്റ് ഫംഗ്ഷൻ അപ്പം എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, സോ മാനിഫെസ്റ്റ് ആൻഡ് ലേറ്റൻറ്റ് ഫംഗ്ഷൻ. മാനിഫെസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു പ്രോബ്ലം എടുക്കുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ എടുക്കുന്നു, അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി അതിൽ നിന്ന് കാണാൻ പറ്റുന്ന കാര്യങ്ങളെയാണ് നമുക്ക് മാനിഫെസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ അൺഎംപ്ലോയ്മെൻറ്റ് എടുക്കുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് റീഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് പറയുന്നു, അൺഎംപ്ലോയ്മെൻറ്റ് എന്തുകൊണ്ടായിരിക്കും വരുന്നത്? ഫോർ എക്സാമ്പിൾ എന്താണ്, അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ടായിരിക്കാം. എന്താണ്, അതൊരു മാനിഫെസ്റ്റ് ഫംഗ്ഷനാണ്. കാരണം എന്താണ്, നമുക്കത് ഡയറക്റ്റ്ലി ആ ഒരു ഇഷ്യൂവിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണെന്ത് മാനിഫെസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രശ്നത്തിൽ ലേറ്റൻറ്റ് ഫംഗ്ഷനും കാണും. എന്താണ് കാരണം, അത് നമ്മൾ ഒരുപാട് ഉള്ളിലേക്ക് ഇറങ്ങിപ്പോയി അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു പ്രശ്നത്തെ ഒരുപാട് പഠിച്ച് റിസർച്ച് ചെയ്ത് മനസ്സിലാക്കി നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു ഫംഗ്ഷനാണ് എന്ത് ലേറ്റൻറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചതാണെന്ത് അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമല്ല ഉണ്ടാകുന്നത്. ഫോർ എക്സാമ്പിൾ എഡ്യൂക്കേറ്റഡ് ഉള്ള ആൾക്കാരായിരിക്കും, പക്ഷെ നമ്മുടെ സൊസൈറ്റിയിൽ അതിന് വേണ്ടത്ര സ്കിൽ അല്ലെങ്കിൽ ആ ഒരു സ്കില്ലിന് വേണ്ടിയിട്ടുള്ള ജോബില്ല.
അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിൽ അത്രയും ജോബ് വേക്കൻസീസ് വരുന്നില്ല. അപ്പോൾ അതെന്താണ്, ഒരു അണ്ടർലൈൻ ഫംഗ്ഷനാണ്. അത് നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്ന ഒരു ഫംഗ്ഷൻ അല്ല, അത് ലേറ്റൻ്റ് ആയിട്ട് നമ്മൾ ഒരുപാട് റിസർച്ച് ചെയ്ത് ഒരുപാട് ഡീപ്പായിട്ട് ഇറങ്ങിപ്പോയാൽ മാത്രം കാണുന്ന ഫംഗ്ഷനാണിത് ലേറ്റൻറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതാണ് മാനിഫെസ്റ്റ് ഫംഗ്ഷനും ലേറ്റൻറ്റ് ഫംഗ്ഷനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞ എക്സാമ്പിൾ തന്നെ എടുക്കാം. നിങ്ങൾ എന്തിനാണ് ഇത് പഠിക്കുന്നത്, ഈ ഒരു സോഷ്യോളജിക്കൽ ആസ്പെക്ട്, അതായത് സോഷ്യോളജി പഠിക്കാത്ത ആൾക്കാർ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ സൈക്കോളജി സ്റ്റുഡൻ്റ് ആണെന്ന് വിചാരിക്കുക. നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് പഠിക്കുന്നത്? നിങ്ങൾ ജസ്റ്റ് CDP എക്സാം നിങ്ങൾ പാസ്സാവണം അതിന് വേണ്ടിയിട്ട്. പക്ഷേ ചിലർ സോഷ്യോളജി പഠിക്കുന്ന CDP എക്സാം പാസ്സാവാൻ വേണ്ടിയിട്ടായിരിക്കില്ല. അത് കുറച്ച് നമ്മൾ അവരോട് പോയി ചോദിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ അവർ പറയുന്നുണ്ടാവുള്ളൂ. കാരണം അവർക്ക് സോഷ്യോളജി എന്ന് പറഞ്ഞ സബ്ജക്റ്റിൽ ഒരു താല്പര്യം വന്നു, പിന്നെ അവർ അതിനെക്കുറിച്ച് ഒരുപാട് പഠിക്കുന്നു. അവർ ചിലപ്പം PG എടുക്കാൻ പോകും, ചിലപ്പോൾ അതിനൊരു PhD എടുക്കാൻ പോകും. അങ്ങനെ പഠിക്കുന്ന ആൾക്കാരും കാണും. ഓക്കെ, അതാണ് മാനിഫെസ്റ്റ് ഫംഗ്ഷനും ലേറ്റൻറ്റ് ഫംഗ്ഷനും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ